കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വചനം ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നതാണ്. അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടങ്ങളിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ മടുത്തു പോകാതെ ദൈവത്തിൽ ആശ്രയിപ്പാനും പ്രത്യാശ അർപ്പിക്കുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. യെശയ്യാവിൻ്റെ പ്രവചനം 64-ാം അധ്യായം 2-ാം വാക്യം. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഓർപ്പിക്കുന്ന വചനം, ആകാശം കീറി ദൈവമേ അങ്ങ് ഇറങ്ങി വന്നിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ നടുവിൽ വസിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എന്നാൽ ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ ഒരു മുന്നേറ്റമില്ലാതെ മടുപ്പ് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രാർത്ഥന അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും മടുപ്പ് തോന്നാം. ദാനിയേൽ പോലും ദൈവസന്നിധിയിൽ 21 ദിവസം നിരന്തരമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ മറുപടിയുമായി ദൂതൻ പുറപ്പെട്ടു. എന്നാൽ 21-ാമത്തെ ദിവസമാണ് ആ മറുപടി തൻ്റെ അരികിലെത്തുന്നത്. ഈ ദൂതൻ പറയുകയാണ്, കഴിഞ്ഞ 21 ദിവസങ്ങൾ പാർസി ദേശത്തിൻ്റെ പ്രഭു, നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പുറപ്പെട്ടതാണ്. എന്നാൽ പാർസി ദേശത്തിൻ്റെ പ്രഭു കഴിഞ്ഞ 21 ദിവസം വഴിയിൽ ആകാശമധ്യേ എന്നെ തടയുവാനായിട്ടിടയായി. തടഞ്ഞു എന്നുള്ളത് സത്യമാണ്. എങ്കിലും പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ കടന്നു വരികയും ഈ പാർസി ദേശത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തിയോട്, പിശാചിനോട് നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ തന്നെ ഭക്തൻ്റെ സ്ഥിരമായ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഗബ്രിയേൽ ദൂതൻ ദാനിയേലിൻ്റെ അരികിൽ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവപ്രവർത്തിക്ക് വിഘാതമായി നിൽക്കുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ നൽകാതെ തടയുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. സർവശക്തൻ ദൈവമാണ്. നാം സ്ഥിരതയോടെ, ഭക്തിയോടെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, ആകാശത്തിനൊരു അധികാരിയുണ്ട്, ആകാശത്തിനൊരു രാജ്ഞിയുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇരമ്യാവ് 44:17 വായിക്കൂ. അതുപോലെ തന്നെ എഫേസ്യർ 2:2 അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ നിങ്ങൾ അനുസരിച്ച് വന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിന് ഒരധിപതി ഉണ്ട്. ആ അധിപതി പിശാചാണ്. ദൈവത്തിൻ്റെ അവകാശത്തെ അവൻ കവർന്നെടുത്തിട്ട് തൻ്റേതാക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ വസിക്കുന്ന ഈ ദുഷ്ടഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ തീയുടെ മുൻപിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിൻ്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. അധികം നാൾ തടയുവാൻ കഴിയില്ല. അധികം നാൾ മുടക്കം വരുത്തുവാനായിട്ട് കഴിയുകയില്ല. പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ തീയുടെ മുൻപിൽ മെഴുകുരുകുന്നത് പോലെ, ചുള്ളി കത്തുന്നത് പോലെ, മലകൾ ഉരുകിപ്പോകുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ പൊടുന്നനവേ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം അയക്കും. നാം ഒരിക്കലും മടുത്തും ക്ഷീണിച്ചും തളർന്നും പോകുവാനായിട്ട് പാടില്ല. നമ്മെ ദൈവം ശക്തീകരിക്കുകയും ആകാശത്തിൻ്റെ അധികാരത്തിൽ നിന്ന് സമ്പൂർണമായി ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. തടസ്സമുണ്ടാക്കാനേ പിശാചിന് കഴിയുകയുള്ളൂ, മുടക്കം വരുത്തുവാനായിട്ട് കഴിയില്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കൂ. പ്രാർത്ഥിക്കാൻ കഴിയാതെ മനസ്സിനെ മടുപ്പിക്കുന്ന തടസ്സങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ആ അധ്യായം നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി യേശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തരുമില്ല.
ആകാശത്തൂടെ മേഘാരൂഢനായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ മാനുഷികമായിട്ടുള്ള കരങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ അസാധ്യമെന്ന് തോന്നുന്ന ഇടത്ത് ആകാശത്തൂടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണും. ആരും ഉണർത്താനില്ലെങ്കിലും നമുക്ക് വേണ്ടി മനസ്സുകളെ ദൈവം ഉണർത്തും. ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ കാര്യത്തെ ദൈവം യഥാസ്ഥാനത്താക്കും. അതിനുവേണ്ടി നമുക്ക് സ്ഥിരതയോടുകൂടെ പ്രാർത്ഥന തുടരാം, ദൈവത്തിനായി കാത്തിരിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.